മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സരിഗ സംസാരിക്കുകയാണ്. അനുമോളുണ്ട്, ബിന്നിയുണ്ട്, അതേപോലെ തന്നെ റന ഫാത്തിമ ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുക. സരിഗ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ശാരികയുടെ ഹോട്ട് സീറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഹോട്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്കും വെറുപ്പിക്കുന്ന ഹോട്ട് സീറ്റാണെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചീനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്ന്. അത് അനുമോൾ ചോദിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഒരു പോയിൻ്റ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഇനി എന്തെങ്കിലും ശാരിക എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു പറയണം. അപ്പോൾ അനുമോൾ പറയേണ്ടത് അങ്ങനെയല്ല ചേച്ചി പറയേണ്ടത്. ചേച്ചിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചേച്ചി പ്രതികരിക്കണമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചില്ല, അത് ശരി തന്നെയാണ്. ഞാൻ അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വേറെ പലതും എൻ്റെ തലയിലേക്ക് ചാർത്താൻ ശ്രമിച്ചേനെ. ഞാൻ ഇവിടെ കിടന്ന് പലതും കാണിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് നെഗറ്റീവായിട്ട് പോയേനെ എന്നൊക്കെ സരിക പറയുന്നുണ്ട്. ആ സമയത്ത് ചേച്ചി ഇതൊന്നും ഓർത്തില്ലായിരുന്നു, പുറത്തേക്ക് ഇത് ലൈവിൽ കൂടെ പോകുന്ന. ഞാൻ നിങ്ങളെപ്പോലെ അങ്ങനെയല്ലല്ലോ, എനിക്ക് ഇത് സോഷ്യൽ മീഡിയനെ കുറിച്ചൊന്നും വലിയ അറിവില്ല എന്നൊക്കെ സരിക പറയുന്നുണ്ട്. ചേച്ചിക്ക് അപ്പോൾ അത് 24/7 ലൈവ് പോകുന്നുണ്ട് എന്നൊന്നും ചേച്ചിക്ക് അറിയില്ല എന്നൊക്കെ അനുമോൾ കുറച്ച് ഒച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ചേച്ചിയോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേച്ചി അപ്പം തന്നെ പ്രതികരിക്കാൻ പഠിക്കുക. അത് പിന്നീടല്ല, ആ വിഷയമെല്ലാം കഴിഞ്ഞ് പിന്നീട് പോയി പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ റൈന ഫാത്തിമയും പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോഴേക്കും സരിക വിഷയം മാറ്റി പറയുന്നുണ്ട്, എന്താണെങ്കിലും ആ സമയത്ത് കറക്റ്റ് തന്നെ പ്രതികരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അക്ബറും അതേപോലെ തന്നെ ശരത്തും വന്നു, അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട്.